അമേരിക്കയെ പിന്താങ്ങുന്ന സകല രാജ്യങ്ങളെയും അമേരിക്ക സംരക്ഷിച്ചുകൊള്ളും എന്നുള്ളതൊരു മിഥ്യാധാരണയാണ്. അത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തന്നെ ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അമേരിക്കയ്ക്ക് എപ്പോഴും അമേരിക്കയുടെ വളർച്ച മാത്രമാണ് പ്രധാനം. അതുകൊണ്ടാണ് ഇന്ത്യ അമേരിക്കയുടെ ഒരു തിട്ടൂരത്തിനും വഴങ്ങാത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ മൈൻഡ് ചെയ്യാത്തത്. ഡൊണാൾഡ് ട്രംപ് പിന്നീട് ഇങ്ങോട്ട് വന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ വിളിക്കുകയായിരുന്നു, സമീപിക്കുകയായിരുന്നു എന്നുള്ളത് ചരിത്രമാണ്. എന്തായാലും താരിഫ് ഏർപ്പെടുത്തിയ ഈ ഒരു സമയത്ത് പോലും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകാനോ ഒന്നും തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഗ്യാപ്പിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ മൂട് താങ്ങാൻ പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാകിസ്ഥാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ TLP എന്ന് പറയുന്ന സംഘടന പാകിസ്ഥാനിൽ വലിയ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ TLP എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായിട്ടുള്ള സംഘടനയാണ്. ഇമ്രാൻഖാൻ എന്ന് പറയുന്ന അവിടെയുള്ള ഭരണാധികാരിയെ, മുൻ പ്രധാനമന്ത്രിയായിരുന്ന ആളെയൊക്കെ പുറത്താക്കാനും താഴെ ഇറക്കാനും ഒക്കെ TLP വലിയ പങ്കൊക്കെ വഹിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായി ഒരു ഡീൽ പാകിസ്ഥാൻ ഉണ്ടാക്കി. ആ ഡീൽ എന്ന് പറയുന്നത് ഹമാസിനെ നേരിടാൻ പാകിസ്ഥാനിലെ സൈന്യം അങ്ങോട്ടേക്ക് പോകും എന്നുള്ള ഡീലായിരുന്നു. ഇപ്പോഴിതാ അത് ചെയ്യാൻ പറ്റില്ല എന്ന് മുനീർ പറഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി ട്രംപ് മുനീറിനെ കാലുമടക്കി തൊഴിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അത് ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. കാലുമടക്കി തൊഴിച്ചു എന്ന് പറഞ്ഞാൽ കോപിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അസീം മുനീർ കുടുങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാന്റെ ഉന്നത സൈനിക കമാൻഡറായിട്ടുള്ള ഫീൽഡ് മാർഷൽ അസീം മുനീർ ശരിക്കും പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഗസയിലേക്ക് സൈന്യത്തെ അയക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. മുനീർ ശരിക്കും പെട്ടുപോയി. പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയുടെ കോപത്തിന് പാകിസ്ഥാൻ മാത്രമായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. അദ്ദേഹം സൈന്യത്തെ അയച്ചാൽ പാകിസ്ഥാനിലെ ജനങ്ങൾ അസീം മുനീറിനെ പഞ്ഞിക്കിടും. സൈന്യത്തെ അയച്ചില്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അസീം മുനീറിന്റെ അണ്ണാക്കിൽ മിസൈൽ ഇടും. രണ്ടായിരുന്നാലും മരണം ഉറപ്പാണ് എന്ന് അസീം മുനീറിന് തോന്നിക്കാണും. എന്തായാലും ഗസ മുനമ്പിൽ സമാധാനം സ്ഥാപിച്ചതിനു ശേഷം വാഷിംഗ്ടൺ അവരുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായി എല്ലാവർക്കും അറിയാം. ഹമാസ് ഇതിനെ ശക്തമായി എതിർക്കുന്നു. മറ്റൊരു വിധത്തിൽ നമ്മുടെ പ്രദേശത്ത് ഭരണം സ്ഥാപിക്കുക എന്നതാണ് അമേരിക്കയുടെ ഉദ്ദേശമെന്ന് ഹമാസ് പറയുന്നു. അമേരിക്കയ്ക്ക് ശേഷം ഇസ്രായേലും അവിടെ പ്രവേശിക്കും, അത് ഉറപ്പാണെന്നാണ് ഹമാസ് പറയുന്നത്. അതായത് പാകിസ്ഥാനും ഹമാസും തമ്മിൽ നല്ല ടേംസിൽ തന്നെയാണ്. അപ്പോൾ അമേരിക്ക പാകിസ്ഥാൻ സൈന്യത്തെ അങ്ങോട്ടേക്ക് അയക്കുമ്പോൾ അത് അമേരിക്ക അവിടെ വന്നിറങ്ങുന്നതിന് തുല്യം തന്നെയാണ് എന്നാണ് ഹമാസ് പറയുന്നത്. അതിൻ്റെ പുറകെ ഇസ്രായേലും കുറ്റിയും പറിച്ച് വരും എന്നും ഹമാസ് ഇപ്പോൾ ഭയപ്പെടുന്നു. എന്തായാലും ഈ സാഹചര്യത്തിൽ ഇടക്കാല സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനായി ഒരു ബഹുരാഷ്ട്ര സേനയെ അയക്കാനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ അത് അമേരിക്കൻ സൈന്യവും അതിൻ്റെ ജനറൽമാരും നയിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്തായാലും സത്യം പറഞ്ഞാൽ ഹമാസ് അത് അംഗീകരിക്കില്ല. അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ സൈനികർ പറഞ്ഞ ബഹുരാഷ്ട്ര സേനയിലേക്ക് പോയാൽ പാകിസ്ഥാനിലെ ജനങ്ങൾ രോഷാകുലരാവും. അവർ പോയില്ലെങ്കിൽ പാകിസ്ഥാന്റെ രക്ഷാധികാരിയായിട്ടുള്ള ട്രംപ് കോപിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അസീം മുനീർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.